കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ജനപ്രിയ പദ്ധതികളിലൊന്നായ PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഗഡു ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ചയോടെ തുടക്കം കുറിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേരിട്ടുള്ള പണമിടപാട് പ്രക്രിയകളിൽ ഒന്നായിട്ട് മാറാൻ പോകുന്ന ഈ ഒരു DBT സംവിധാനം വഴിയുള്ള വിതരണത്തിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഒരേ സമയം തുക കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ അർഹരായ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന ഈ നടപടി ശനിയാഴ്ചയോടെ, അതായത് ഇന്ന് തുടക്കം കുറിക്കും. കേരളത്തിൽ മാത്രം ഏകദേശം 27 ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങളിലേക്കാണ് ഈ ധനസഹായം എത്തുന്നത്. ഇന്നത്തെ ധനസഹായ വിതരണത്തിൽ കർഷകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ കർഷക ID എടുക്കാൻ സാധിക്കാത്തവർക്കും അപേക്ഷ നൽകിയിട്ടുള്ള കർഷക ID അപ്രൂവൽ ആകാത്തവർക്കും തുക ലഭിക്കുമെന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ധനസഹായം യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുള്ളവർ വീണ്ടും ചെയ്യേണ്ടതില്ല. എങ്കിലും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. അക്കൗണ്ട് മരവിച്ച അവസ്ഥയിലാണെങ്കിൽ പോലും സർക്കാർ അയക്കുന്ന തുക അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. എങ്കിലും നിങ്ങൾക്കത് ബാങ്കിൽ നിന്നും പിൻവലിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി പരിഹരിക്കേണ്ടതാണ്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തുക ഒന്നിച്ച് റിലീസ് ചെയ്യും. എങ്കിലും എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഒരേ സെക്കൻഡിൽ തുക എത്തിച്ചേരണമെന്നില്ല. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക ഉറപ്പായും എത്തിച്ചേരും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.